സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച 43-കാരൻ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലാണ് ചികിത്സ. നിരീക്ഷണത്തിലുള്ള 77 പേരിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. അതേസമയം കേരളത്തിലെ നിപ വൈറസ് ബാധയിൽ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരും. നിപ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകളും പ്രവർത്തന നടപടിക്രമങ്ങളും കർശനമായി നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ചില പ്രോട്ടോകോൾ സംഗതികളും മറ്റും ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്നോ ആ ഒരു ആരോഗ്യമന്ത്രിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും നിന്നൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചില ആളുകൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപക്ഷെ ആ ഒരു നിപ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കും മറ്റും പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മൾക്ക് കേൾക്കേണ്ടത് ഇവരെ കുറിച്ചിട്ടല്ല, നമുക്ക് ആകെ കേൾക്കേണ്ടത് മുൻ മന്ത്രിമാരെ കുറിച്ചിട്ടാണ്. കാരണം ഈ നിപ എന്ന് പറയുന്ന ഈ ഒരു വൈറസിന് നേരിട്ട രണ്ടേ ആളുകളേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് നേരിട്ട രണ്ടേ ആളുകളെ കേരള ചരിത്രത്തിലുള്ളൂ. അതൊന്ന് ഷൈല ടീച്ചറാണ്, ഒന്ന് നമ്മുടെ ഈ പ്രത്യേക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതില് ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയാം. ഒന്ന് ഷൈല ടീച്ചറാണ്, ഒന്ന് നമ്മുടെ വീണ ജോർജാണ്. എന്തായാലും വീണ ജോർജ് ഒരു കാരണവുമില്ലാതെ ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നൊരു മന്ത്രിയാണ്. ഒരു കാരണം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്, അവർ കമ്മ്യൂണിസ്റ്റുകാരി എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. ആ ഒരു കാരണത്തിന് പുറകിൽ ഒരുപാട് ആരോപണമൊക്കെ നേരിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴ് അവരാണ് നമുക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അതല്ലാത്ത ഒരു ഇൻഫർമേഷൻസ് നമുക്ക് എവിടെയും കിട്ടുന്നില്ല. കാരണം ഇത് അനുഭവിച്ചു പോയ ആളുകൾക്കല്ലേ കൃത്യമായിട്ടുള്ള വിവരം തരാൻ കഴിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എത്ര ആണ് ആ ഒരു അസുഖത്തെ കുറിച്ചിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ഇൻഫർമേഷൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയോ ഇല്ലയോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഉച്ചയ്ക്ക് എങ്ങാണ്ട് റിസൾട്ട് വന്നിരിക്കുന്നു, നിപ തന്നെയാണ് എന്ന് റിസൾട്ട് വന്നിരിക്കുന്നു. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലൊരു ഏകോപനമൊന്നും ഇല്ല എന്നല്ലേ തെളിയിക്കുന്നത് അല്ലേ? ഇതൊരു ഏകോപനം ഉണ്ടാവണം. ഈ സമയത്താണ് ഏകോപനം ഉണ്ടാവേണ്ടത്. അല്ലാതെ കോൺഗ്രസിലെ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പോലെ തല്ലും പിടിയായിട്ട് മാറി നിൽക്കേണ്ടതല്ല. ആരോഗ്യമന്ത്രിയും നമ്മുടെ മെഡിക്കൽ ഉദ്യോഗസ്ഥരും MLA-മാരും ഒപ്പം തന്നെ ആ ഒരു നാട്ടിലെ ജനപ്രതിനിധികളും സംഘടനാ പ്രവർത്തകരും ഡോക്ടേഴ്സും ഈ പറയുന്ന കളക്ടറൊക്കെ തമ്മിലൊരു ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എങ്കിലാണ് ഇതിനെ ഫലപ്രദമായിട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിപാടിക്കൊന്നും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പരിപാടിക്കൊന്നും ഇവർ ഒരുങ്ങിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കാണും ഇനി നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഏറ്റവും മികച്ച ചികിത്സ നൽകുക രോഗബാധിതനായ വ്യക്തിക്ക്; രണ്ട്, രോഗം വ്യാപിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും രോഗപ്രതിരോധം അത് നടത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിൽ നമുക്കറിയാം ഉയർന്ന മോർട്ടാലിറ്റി, മരണനിരക്കുള്ള ഒരു രോഗമാണ് നിപ്പ, പകർച്ചവ്യാധിയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തമായ ഇടപെടലിലൂടെ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും അതങ്ങനെ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ കണ്ടില്ലേ അവർ എത്ര വൃത്തിയായിട്ടാ പറയുന്നു നോക്കിയേ. ഒരു തരത്തിലും എന്താ പറയാ, എറണം കെട്ടാന്മാർ ഭരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഈ അസുഖം ഉണ്ടായേ എന്നീ പറയുന്ന ഡയലോഗുകളൊന്നും ഇവർക്ക് പറയാനില്ല. അവരെ പറയില്ല. അവർ ഇടതുപക്ഷക്കാരിയാണ്. മനുഷ്യത്വം അത്രയേറെ ഉള്ളൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വർത്തമാനമൊന്നും ഇവരെ വായന്ന് ഇതുവരെ വന്നിട്ടില്ല. അത് എന്തായാലും ഇവിടുത്തെ UDF-കാരും ലീഗുകാരൊക്കെ BJP-കാരൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. എന്താ പറയുക, ഇവരൊക്കെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത്, ഈ UDF ഒക്കെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ലീഗിലെയും കോൺഗ്രസിലെയും, മുരളീധരനും ലീഗിലത്തെ വേറെ ചങ്ങാതി കൂടി അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകളൊക്കെ അത്രയ്ക്ക് ഭീകരമായിട്ടായിരുന്നു ഇടതുപക്ഷത്തെ ആക്രമിച്ചത് ഈ അസുഖത്തിൻ്റെ പേരിൽ. ഇടതുപക്ഷം ഉണ്ടാക്കുന്ന അസുഖമൊന്നുമല്ല. എന്തിനേറെ നമ്മുടെ എന്താ പറയുക, പിണറായി വിജയനെ പോലും ഒരു ശകുനം മുടക്കിയായിട്ടുള്ള ഒരാളാണ്, മാൻഡ്രേക്കാണ് എന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ച എന്താ പറയുക കാർട്ടൂണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ ജോർജും ഷൈല ടീച്ചർ അടക്കമുള്ള ആളുകളൊന്നും അതിനെ
പിന്തുണയ്ക്കുന്നില്ല, എനിക്ക് അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അവരൊക്കെ പറയുന്നത് ശാസ്ത്രീയമായിട്ട് നമുക്കിതിനെ വേറൊരു തരത്തിലല്ല, ശാസ്ത്രീയമായിട്ട് നമുക്കിതിനെ ഇല്ലാണ്ടാക്കണമെന്നുള്ളതാണ്. അതായത് ഈ ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇതേക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം ഈ 2018 ശേഷം നമുക്കറിയാം കോഴിക്കോട് മേഖലയിൽ മാത്രമായി നേരത്തെ വടക്കൻ പറവൂർ ഒരു കേസ് ഈ നിപ്പ രോഗബാധ കണ്ടിരുന്നു. ആ മേഖലയിൽ ഈ നിപ്പ രോഗബാധ ഈ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്നതിന്റെ കാരണം എന്ത് എന്ന് നാം ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധന ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല ഈ കാലാവസ്ഥയുമായി ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഈ രോഗവ്യാപനത്തിലാണല്ലോ ഇത് പലപ്പോഴും കണ്ടുവരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ആരോഗ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളും ICMR ചേർന്നിട്ട് ഇതിന്റെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതൊരു തുടർ പഠന പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തു, എറണാകുളം ജില്ലയിൽ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ കേസ് കണ്ടെത്തിയിരുന്നു, മലപ്പുറം ജില്ലയിൽ കേസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനുള്ള സാധ്യതയുണ്ട്. കാരണം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ സ്രോതസ്, സോഴ്സ്, നാച്ചുറൽ റിസർവോയർ എന്ന് പറയുന്നത് വവ്വാലുകളാണ്. അതും പഴംതീനി വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ സോഴ്സ്. എന്തായാലും ഇങ്ങനെയാണ് ഞാനിത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് വെക്കാനുള്ള ഒരു കാരണം ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ പറയുന്നതിലൊരു ആധികാരികതയുണ്ട്, ഒരു വ്യക്തതയുണ്ട്. കാര്യങ്ങളൊന്നും ഒരു അഴകുഴമ്പൻ വർത്തമാനത്തിൽ പോകാൻ തയ്യാറല്ല. സയന്റിഫിക്കായിട്ട് വാക്കുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു മാന്യത, ശ്രദ്ധ ഒക്കെ എന്തോ ഈ ഇടതുപക്ഷക്കാർ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നു. എന്നാൽ അതേസമയം തന്നെ മറ്റുള്ളവർ അത്തരം വൃത്തിയായിട്ട് പറയുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വേറൊരു വാർത്ത ഇങ്ങനെയാണ്. അത് വണ്ടായത്ത് നിന്നാണ് ഇങ്ങനത്തെ വാർത്ത വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും മാത്രം ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിടുത്തമില്ല. വീണ്ടും ഇതാ ഒരു ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു. വണ്ടാനത്താണ്. അതും ഒരു പല്ലുവേദനയുമായി എത്തിയ ഒരാൾക്ക് നൽകിയ ഒരു ഇഞ്ചക്ഷനോട് കൂടിയിട്ട് കടുത്ത ശാരീരിക അസ്വസ്ഥത അയാൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു അപകട വാർത്ത കൂടി കിട്ടുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ വീണ ജോർജ് വീണ്ടും സംസാരിക്കുന്നത് കേൾക്കണം. പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും. ഇന്നലെ കാസർഗോഡ് നിന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നു. ഏതാണ് ഭരണമെന്നോ ഏത് പാർട്ടിയുടെ മന്ത്രിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ഈ പകർച്ചവ്യാധികളെല്ലാം വരുന്നത്. അപ്പോൾ വരുമ്പം അതിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു അനുഭവത്തിൽ പഴയൊരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത് അതാണ്. അത് തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം പറയുമ്പോൾ സത്യസന്ധമായും ശാസ്ത്രീയമായിട്ടും, ഇത് ശാസ്ത്രയുഗമാണ്. അപ്പോൾ എന്താണ് ഈ കോവിഡ് വൈറസ്, എന്താണ് നിപ്പ വൈറസ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇതിനെ നേരിടാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അടിപൊളി അല്ലേ? എത്ര വൃത്തിയായിട്ട് അവർ പറഞ്ഞു. ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കുന്നതറിയില്ല. എനിക്ക് തോന്നുന്നത് കഴിയുമെങ്കിൽ നമ്മുടെ ശൈല ടീച്ചർ, കാരണം നാണക്കേടൊക്കെ ഉള്ളതുകൊണ്ടേ, ഒരല്പം നാണക്കേട് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ശൈല ടീച്ചർ അടുത്തേക്ക് എത്തില്ല. നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ ജീവനല്ലേ വലുത്. അപ്പോൾ വേണ്ടത് ശൈല ടീച്ചറും വീണ ജോർജ് അടക്കമുള്ള ഒരു ടീം. കാരണം ഇത് ഫേസ് ചെയ്യുകയും ഇത് ടാക്കിൾ ചെയ്യുകയും ഇതിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുകയും ചെയ്ത ആളുകളാണ്. മരണമൊന്നും സംഭവിക്കുക, എന്നിട്ടും ഒരു നേഴ്സൊക്കെ മരിച്ചു പോയി നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ അസുഖം ബാധിക്കാതെയൊക്കെ ചേർത്ത് നിർത്തിയ ആളുകളാണ് ഇവർ. വളരെ പെട്ടെന്ന് തന്നെ മുരളീധരൻ എന്ന് പറയുന്ന ആളുമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയുമായിട്ട് ഒന്ന് കാണണം. എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് അവർ ആരോഗ്യമന്ത്രിയുമായിട്ട് ഷെയർ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു അന്തവും കുന്തില്ലാതെ പോവുകയാണ്. ഇപ്പം തന്നെ ദേവസ്വം ബോർഡിലത്തെ ഒരു നിയമനം ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിട്ടുള്ള മുരളീധരൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമല്ലേ? അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പലതും അറിയാതെ പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം പ്രതിപക്ഷത്താണെന്ന് വിചാരിച്ചിട്ട് അടങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ മടി ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യന്മാരുടെ സ്നേഹങ്ങളുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഒരു മടിയും വേണ്ട. പോയി പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനത്തെ ഒരു സന്ദർശനമൊക്കെ ഒരു വലിയ മൈലേജ് ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ബൈ.